കാലവർഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഈ സാഹചര്യത്തിൽ കാലവർഷക്കെടുതിയെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. പെട്ടിമുടിയിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച എമർജൻസി റെസ്പോൺസ് ടീം കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക യോഗം ചേർന്നു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത പ്രതികരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലെ സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിച്ച് അതിവേഗ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പെട്ടിമുടി ദുരന്തത്തിന് പിന്നാലെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ERT രൂപീകരിച്ചത്. റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുമായി ചേർന്നാണ് സംഘം പ്രവർത്തിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനത്തിലൂടെ വിവരം ലഭിച്ചാലുടൻ തന്നെ സ്ഥലത്തെത്തി ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപനവും നടത്തുമെന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ പറഞ്ഞു. എത്ര വലിയ ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായാലും ദുരന്തങ്ങൾ ഉണ്ടായാലും അതിനെ ശക്തമായി നേരിടാനായിട്ട് മൂന്നാർ പഞ്ചായത്ത് സജ്ജരായിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് കോൾ സെൻ്ററായിട്ട് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ERTയുടെ നമ്പറും ലഭ്യമാണ്. ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നമ്മൾ ഏത് ദുരന്തം ഉണ്ടായാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ സ്ഥലത്തെത്തി അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ERT അംഗങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും മറ്റു അനുബന്ധ സാമഗ്രികളും പഞ്ചായത്ത് ലഭ്യമാക്കും. ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.